ഇവിടുത്തെ ആക്ഷൻ ഹീറോ ബിജുവായി മാറാൻ ബാബു പെരിങ്ങത്ത് ശ്രമം നടത്തുകയാണ്. അങ്ങനെ ബാബു പെരിങ്ങത്ത് മാറിയാൽ അതിനെ നേരിടാൻ ഈ കാഞ്ഞങ്ങാട്ട് ജനതയാകെ തെരുവിലുണ്ടാകും. നിന്റെ തമ്മാടിത്തം പുലർത്താനുള്ള നാടല്ല ഇതെന്ന് നന്നായി തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പോലീസ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന പോലീസ് സംവിധാനമാണ്. കുറ്റക്കാർക്കെതിരായി ഏറ്റവും കർശനമായ നിലപാട് സ്വീകരിക്കുന്ന പോലീസ് സംവിധാനമാണ്. ഈ കഴിഞ്ഞ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ പുറത്തു വന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമയബന്ധിതമായി പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തീകരിച്ച പോലീസാണ് കേരളത്തിലെ പോലീസ്. എന്നാൽ ഇവിടെ ബാബു പെരിങ്ങത്തിന്റെ കച്ചവടം എന്താ? ഡിവൈഎഫ്ഐ പ്രതിഷേധം ഏറ്റെടുക്കാനിടയായ ഒരു സാഹചര്യം. ഇന്നലെ രാവിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. മൻസൂർ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥിനി ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടന പ്രതിഷേധവുമായി കടന്നുപോകും. ആ പ്രതിഷേധത്തോട് ബാബു പെരിങ്ങത്തിന്റെ സമീപനം എന്തായിരുന്നു? ഇപ്പോൾ ഞങ്ങൾ ഈ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഈ ബാരിക്കേഡിന് പുറത്തുള്ള എല്ലാ പോലീസുകാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പോലീസുകാരോട് കടുത്ത എതിർപ്പോ വെറുപ്പോ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയല്ല ഡിവൈഎഫ്ഐ. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ്. എന്നാൽ ബാബു പെരിങ്ങത്തിന്റെ സമീപനം എന്തായിരുന്നു? ബാബു പെരിങ്ങത്ത് ഇവിടെ ഇതാ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സക്കാത്ത് വാങ്ങി, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ, മൻസൂർ ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരനായി ഇവിടെ ബാബു പെരിങ്ങത്ത് മാറുകയാണ്. ഇന്നലെ രാത്രി 10:30 മണിക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം തീരുമാനിച്ചതിന്റെ തുടർച്ചയായി നിൽക്കക്കള്ളിയിൽ എന്ന് കണ്ടപ്പോഴാണ് ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഇവിടെ FIR ഇട്ടുകൊണ്ട് പ്രാഥമിക അന്വേഷണത്തിന് അതിന് സാധ്യമാകുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ തയ്യാറായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ കാഞ്ഞങ്ങാടിന്, ഈ കേരളത്തിന് ഒരു വലിയ പശ്ചാത്തലമുണ്ട്. എല്ലാ തരത്തിലുള്ള ക്രിമിനൽ വാസനകൾക്കെതിരായും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ചരിത്രമാണ്. എന്നാൽ ബാബു പെരിങ്ങത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ ആക്ഷൻ ഹീറോ ബിജുവായി മാറാൻ ബാബു പെരിങ്ങത്ത് ശ്രമം നടത്തുകയാണ്. അങ്ങനെ ബാബു പെരിങ്ങത്ത് മാറിയാൽ അതിനെ നേരിടാൻ ഈ കാഞ്ഞങ്ങാട്ട് ജനതയാകെ തെരുവിലുണ്ടാകും. നിന്റെ തമ്മാടിത്തം പുലർത്താനുള്ള നാടല്ല ഇതെന്ന് നന്നായി തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.